ഒരു കയ്യിന്റെ ഒരു പകുതി ആ ആ സാധാ ചോറ് കഴിച്ചു. പിന്നെ പച്ചക്കറി കുറെ ഉണ്ടായിരുന്നു. ഉം, 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 ഉം. അതാണ് ഉച്ചക്ക് കഴിച്ചത് എന്നറിയാം, നിങ്ങൾ അറിയിച്ചാണ്. ആ ആ ആ ഉം. അപ്പൊ സാധാരണ പറയാൻ കാരണം വയറിന് നല്ല സുഖമാണ് ഇപ്പൊ. ഉം, 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 ഉം. മറ്റേതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി, മറ്റേത് കിടന്നത് സഞ്ചാരം കിടന്ന് പൊളഞ്ഞു കളിക്കായിരുന്നു ഞാൻ. കാരണം അടിച്ച് കയറ്റിയത് നമ്മളെ ഒരൊറ്റ കയ്യില് നമ്മള് സലാഡ് മാത്രം. അൽഹംദുലില്ലാ, വളരെ നല്ലൊരു ആശ്വാസം. ഉം, 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 ഉം. ശരി ശരി. ഇപ്പൊ ബോഡിക്ക് ഒരു ഫ്രീനെസ് കിട്ടുന്നുണ്ടോ? ഉറക്കക്കുറവുണ്ടായതുകൊണ്ട് ആ ആ ആ മരവിപ്പെല്ലാം ഉണ്ട് ഈ ശരി ശരി. അതുണ്ടാവും സ്വാഭാവിക ഉറക്ക ഉം, 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 ഉം. ശരി ശരി. ആ സാലിസാന്റെ വോയിസ് കട്ടാവുണ്ട് കേട്ടോ, വോയിസ് കട്ടാവുണ്ട്. ശീലവും ആ വോയിസ് ബ്രേക്ക് ആവുണ്ട് നിങ്ങളെ. എല്ലാ കപ്പിൾസും ഓക്കെ അല്ലേ? ആ ഇപ്പൊ ഓക്കെ ക്ലിയർ ഓക്കെ. ആവണില്ലേ? ആ ഇപ്പൊ ഓക്കെ. അതായത് ഇപ്പൊ എല്ലാ കപ്പിൾസും പറഞ്ഞത് ഇതാണ്, ഉറക്കക്കുറവ് രാത്രി ചെറിയ കുട്ടികളുള്ളതുകൊണ്ടേ ഉം, 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 നമുക്ക് ഉം. ഒരു നിലക്കും. ശരി ഇപ്പൊ ശരി. ഇന്നലെയൊക്കെ 1 മണിക്കൂറാണ് കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് ഓനെ ഉറക്കി കഴിഞ്ഞാല് അപ്പൊ ആ തന്നെ തോളി കിടക്കണം. ആ ആ ആ ലാസ്റ്റ് ആ നിൽക്കുമ്പോ തോള് ആ ആ. തോളെടുത്ത് ഇങ്ങനെ എടുത്ത് കൊടുക്കണം അങ്ങനെ വരെ. ഉം, ഉം. ബാക്കിയൊക്കെ അൽഹംദുലില്ലാ എക്സസൈസ് ഒക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ വരുന്നുണ്ട്. സുംബ ഡാൻസ് ഇന്റേതായ രൂപത്തിൽ ഡാൻസ് ആവുന്നുണ്ട്, അത് വേറെ ശരി. ശരി ശരി. അതിലേക്ക് നമ്മൾ ഡാൻസ് ഒന്നും പഠിക്കാത്തോണ്ടേ എന്തൊക്കെ ശരീരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഞാൻ പിന്നെ അജ്മലിന്റെ മറ്റേ വർക്കൗട്ട് യോഗ. വീഡിയോ അയച്ചു തന്നില്ലേ? അജ്മലിന്റെ വർക്കൗട്ട് വീഡിയോ അയച്ചു തന്നില്ലേ? ഓക്കെ. ബിഗിനേഴ്സിനുള്ളത് ആ കഴുത്ത് ഉണ്ടാക്കലും പിന്നെ ഹിപ്പ് അതൊക്കെ കുറച്ചൊക്കെ അൽഹംദുലില്ലാ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത്. ആ മറ്റേത് ഇന്നലെ യോഗയും സുംബ ഡാൻസ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട്. ആ ആ ആ ആ. ഏഹ് പിന്നെ നമുക്ക് നടത്തം എന്താ ഇതിന്റെ അപ്പുറത്തില്? നടത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിരുന്ന നമ്മളിപ്പോ, ഞാൻ അധികവും നടക്കുകയാണ് കൂടുതൽ. രാവിലെ സുബഹിസ്കാരത്തിന് ശേഷമൊക്കെ ഉം, 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 2 കിലോമീറ്ററോളം നടക്കും. ശരി ശരി. ഒരു ഹാഫ് ക്ലാസ് എന്ന് വെച്ചാൽ ഉം. ചെറുത്, ഒരു 100-150 മില്ലി ഉണ്ടാവും. ഒരു ഷുഗർലെസ് പായസം കുടിച്ചു, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. എന്താ നിങ്ങളെ ഷുഗർ കുഴപ്പം. ഇല്ലാത്ത. അല്ല, പാല് ഫാറ്റ് കൂടുതലാണോ? ഫാറ്റ് കൂടുതലാണ് പാല്. ആ. അപ്പൊ നമ്മൾ ഈ ഇതില് ന്യൂട്രീഷനില് പാല് നല്ല ന്യൂട്രീഷനാന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ അത് അതിന്റെ ഇത് എങ്ങനെ മനസ്സിലായില്ല? വെരി ഗുഡ് വെരി ഗുഡ്. ജനിച്ചത് മുതലേ ഒരു സിമ്പിൾ കാര്യം പറയും. ജനിച്ചത് മുതൽ മരണം വരെ പാല് കുടിക്കുന്ന ഏക ജീവി ഏതാന്ന് അറിയാമോ? അല്ല മനുഷ്യ. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ അതിനൊക്കെ അതിന്റെ തള്ള തട്ടി ഒഴിവാക്കുക. നിർത്തൂല. ആദ്യം നമ്മൾ മണ്ടേക്കൊന്ന് കുടിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള ജീവികളേക്കൊന്ന് കുടിക്കും. ഒറ്റപ്പാല്. ഹൈ ഫാറ്റ് ആണ്, ഹൈ ഫാറ്റ് ആണ്. അതന്നെ. നല്ലതിനെ നല്ലതുപോലെ തന്നെ നല്ലതാണ് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കുടിക്കണം. പക്ഷെ സ്ഥിരമായിട്ട് കഴിക്കണൊക്കെ ഈ ശരീരത്തിന് ഭയങ്കര ദോഷമാണ്. മാത്രല്ല ആ, കഫക്കെട്ട് ആ, യെസ്. കഫക്കെട്ടൊക്കെ കൂട്ടാൻ ശരിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഫക്കെട്ടൊക്കെ കൂടും. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ ഉം. നമ്മളിപ്പോ ഈ ഫുഡ്, ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് ആയാലും പൊരിച്ച കടിയായാലും പാലായാലും ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കല്ലേ അതിന്റെ പാർശ്വഫലങ്ങൾ വരുള്ളൂ അല്ലെ? അല്ലാതെ അതെ. ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോ ഒന്ന്, അതൊക്കെ അല്ലേ? അത്രല്ലേ ഉള്ളൂ അല്ലെ? അതൊന്നും ഇതിന്റെ ഇത് ദോഷകരമായി ഇത് ബാധിക്കൂലല്ലോ. ഇതിന്റെ ഒരു സയൻസ് നിങ്ങൾ തിരിഞ്ഞാൽ മതി. ഇതിന്റെ ഒരു സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ കലോറിയാണ്. ഈ കലോറിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കണം. കലോറി കലോറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കും. കലോറിനെ ഡെയിലി ഇൻഷാ ബേസിൽ അള്ളാ. നിങ്ങൾക്ക് നമ്മളെ കൗണ്ട് മമ്മൂട്ടി ചെയ്യാൻ പറ്റും. കലോറി കൗണ്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇന്നലത്തെ കലോറി എത്രയാണ്? മമ്മൂട്ടി പറഞ്ഞ പോലെ ആ ഇൻഷാ- ഇന്നത്തെ 980. 980. വെയിറ്റ് നോക്കിയോ? അല്ല, ഇന്നലത്തെ ഞാൻ കൂട്ടിയിട്ടില്ല. ആ ഇന്നലെ തിങ്കളാഴ്ച അല്ല, ഇന്നലെ ചൊവ്വാഴ്ച ആയിരുന്നു അല്ലേ? അതെ. ഇന്നലത്തെ കൂട്ടി.
ആ നമ്മളെ ഫോമിൽ ഇന്നലെ കണ്ടില്ലേ, 980. ഫോമിൽ എഴുതിയിരുന്നു. 30-ാം തീയതി അല്ലേ ഇന്നലെ? അതെ കണ്ടില്ലേ ഷീറ്റിൽ ഫോമിൽ കണ്ടില്ല. എത്ര നോക്കി ഞാന്? ഇല്ല, ഷീറ്റിൽ ഏ 29-ാം തീയതി വരെ ഉള്ളതാ. അതെ ഷീറ്റിൽ എത്ര വരെ ഉണ്ടെന്ന് നോക്കട്ടെ. ഷീറ്റിൽ 29 വരെ. രാത്രിക്കത്തെ ആഡ് ചെയ്തില്ല. 29 ഇന്നലത്തെ എഴുതിയില്ല. അതെ മിഞ്ഞാത്തെ ഇന്നലത്തെ എഴുതിയില്ല. ഇന്നലത്തെ ഇന്നത്തെ ഇൻഷാ അല്ലാ ഞാൻ ആ ആഡ് ചെയ്യാം ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. ഏതായാലും ഇന്നലെ ഉച്ചക്ക് രാവിലെ 2 കോഴിൻ പൊറോട്ട, ഉം. ഉച്ചക്ക് ഏകദേശം ഇന്നലെ ഒരു 1000 കലോറി ഉണ്ടാവും. 1000-1200 അടുത്തുണ്ടാവും. ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? ഏത് ലൈവ് സെഷനെ കേട്ടില്ല? രാവിലെ 8 മണിക്കത്തെ ലൈവ് സെഷൻ നിങ്ങൾക്ക് ഓ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? തീർച്ചയായും. പിന്നെ തീർച്ചയായിട്ടും അഞ്ച് ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്കും കൂടി ഇൻസ്പിറേഷൻ അല്ലേ. അഞ്ച് നമുക്കും വർഷം അതുപോലെ ആവണം എന്നുള്ള ഒരു പ്രചോദനം. 5 വർഷം 8 വർഷം 10 വർഷമൊക്കെ ആയിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരുടെ അനുഭവങ്ങളാണ് അത്. ആ ഉം. ഇനി വേറൊരു അവരും കാര്യം. ഇതുപോലെ. അതെ അവരും ആ ഇതുപോലെ തന്നെ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ആ. നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് നിങ്ങൾ നോക്കി. ഇപ്പോൾ നിങ്ങളെ സമയത്തോളം നിങ്ങളിപ്പോൾ ഒരു റൊട്ടീനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ റൊട്ടീനിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നിങ്ങളെ മെയിൻറ്റെയിൻ ഹാബിറ്റ്, ചെയ്ത് കൊണ്ടുപോകണം. അതിനെ ഹാബിറ്റ് ആക്കി മാറ്റണം. ഇൻഷാ അല്ലാ. ഉണ്ടോ? അതിലൂടെ നിങ്ങളെ റിസൾട്ട് കിട്ടണം. അപ്പോൾ ഉദാഹരണം നോക്കി, നമ്മൾ സാധാരണഗതിയിൽ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളാണ് ഇതൊക്കെ. ഈ ഭക്ഷണങ്ങളൊക്കെ കണ്ടോ, കാണുന്നുണ്ടോ? ആ ആ ഓക്കെ. ഈ ഭക്ഷണങ്ങളാണ് നമ്മൾ മസാല. മുന്നേ ഈ ഭക്ഷണങ്ങളാണ് നമ്മൾ മുന്നേ കഴിച്ചിരുന്നതൊക്കെ. മസാല, മസാല ദോശ, പരിപ്പ് വട, കാര്യങ്ങൾ ഇതൊക്കെ. ഇത് നമ്മളെ ആ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളാണ്. നമ്മളെ മുന്നിൽ എന്താണോ കിട്ടുന്നത് അത് കഴിക്കുക. എന്നാൽ ശരീരം ആവശ്യപ്പെടുന്ന ന്യൂട്രീഷനാണ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്താണോ ഡെയിലി ബേസിൽ നമ്മൾ കൊടുക്കേണ്ടത്, അതാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഉണ്ടോ? യെസ്. ഓക്കെ. അതിലെന്തൊക്കെ ഉൾപ്പെടും? പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, എസെൻഷ്യൽ ഫാറ്റുകൾ വേണം, ഫൈബർ വേണം, ഹെർബ് വേണം, വാട്ടർ വേണം. ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ, പിന്നെ വെള്ളം വേണം. അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ്. നമുക്ക് ന്യൂട്രീഷൻ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കണമെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക? നമ്മളെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അഥവാ നമ്മളെ പ്രോപ്പറായിട്ട് നമ്മളെ ശരീരം നല്ല രീതിയിൽ വളർത്താൻ, നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ, നമ്മളെ ശോധന നന്നാക്കാൻ, ആന്റി ഏജ് പ്രോസസ്സിലേക്ക് വരാൻ. അഥവാ നമ്മളെ കാണുന്ന സമയത്ത് 30, 40, 50 ആയിക്കോട്ടെ, പക്ഷെ ആന്റി ഏജ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30ലേക്ക് നമ്മളെ ബോഡിനെ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. നമ്മളെ എനർജി ലെവൽ, ഇൻഷാ അല്ലാ. വൈറ്റാലിറ്റിയും കൂട്ടാൻ പറ്റും. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന രീതി ആവട്ടെ, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ് ആവട്ടെ, അത് കുക്ക് ചെയ്യുന്ന മെത്തേഡ് ആവട്ടെ, റിയലി ഡിഫറെൻ്റ് ആണ്. മാത്രമല്ല അതൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ അടിച്ചതിന് ശേഷമാണ് നമ്മളെ കൈകളിലേക്ക് എത്തുന്നത്, അല്ലേ? അപ്പൊ തീർച്ചയായും. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെ കിട്ടുന്ന ഭക്ഷണങ്ങളാണ് ഈ ചോപ്പ് ആരോര് കാണിച്ചിട്ടുള്ളത്. നോക്കി, ഫാറ്റ് ആൻഡ് ഓയിൽ, കാർബോഹൈഡ്രേറ്റ്, ഷുഗർ കണ്ടന്റ്, സാൾട്ട്, കെമിക്കൽസ് നമുക്ക് ഇന്നത്തെ ഭക്ഷണങ്ങളിൽ വരുന്നത്. എന്നാൽ ശരീരത്തിന് ആവശ്യമുള്ളത് ഏതാണ്? ഈ സംഗതിയാണ്. ഇതാണ് നമ്മൾ ആരോഗ്യ രേഖ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ബോഡിനെ ഹെൽത്തി ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു രേഖയാണിത്. അപ്പൊ ഇതിൽ നിന്ന് കൂടുന്നതാണ് ഈ ചോപ്പ്. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഈ ഭക്ഷണങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ആക്കുകയും ഇതിനെ ഇപ്പുറത്തേക്ക് ആക്കുകയും വേണം. ഈ റെഡിനെ ഇൻഷാ താഴത്തേക്ക് അല്ലാ. വരണം, പച്ചനെ കണ്ട് കൊണ്ടുവരണം. അത് എങ്ങനെയാണ് നമ്മൾ ഒരു നിമിഷം കൊണ്ട് ഒരു ക്യാപ്സൂള് പോലെ അതാണ്ട് കഴിച്ചോളി എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടൂല. പ്രോപ്പറായിട്ട് നമ്മളെ മൈൻഡ് സെറ്റ് റെഡി ആക്കണം. അതേപോലെ തന്നെ നമുക്ക് മുന്നിൽ ഏത് ഭക്ഷണം കിട്ടിയാലും ഇതിലുള്ള ന്യൂട്രീഷൻ കണ്ടന്റ് തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മളെ വിജയം. കണ്ടോ? ഒരു ഡോക്ടർ പറയുന്നത് 70% ഡോക്ടർ വിസിറ്റ് ആൾക്കാർക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങൾ ഭക്ഷണങ്ങളിലൂടെയാണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ നമുക്ക് 50% നമ്മളെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് ന്യൂട്രീഷനും ലൈഫ് സ്റ്റൈൽ
ഡിസീസിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ. ഉം. നമ്മളെ ഇന്നത്തെ ഭക്ഷണ രീതിയാണ് ഇതൊക്കെ. പലരും നമ്മൾ ചിലപ്പോ ഈ കാര്യങ്ങളൊന്നും കഴിക്കണില്ലെങ്കിൽ നോക്കി, ഇതൊക്കെ നമുക്ക് സ്ട്രെസ് ഹോർമോൺ ആവുന്നതിനൊക്കെ ഈ ഇന്നത്തെ ഭക്ഷണ രീതികൾക്ക്, നമ്മളെ ജീവിത ശൈലികൾക്ക്, ഉറക്കമില്ലായ്മക്കൊക്കെ ഭയങ്കര തീർച്ചയായും. പങ്കുണ്ട്. ഇവിടെയാണ് നമ്മളെ ഹെർബൽ ലൈഫ് നമ്മളെ സഹായിക്കുന്നത്. ഹെർബൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഒരു കമ്പനിയാണ്, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. ഇതിൽ വരുന്ന പ്രൊഡക്റ്റുകളാണിത്. ഇതിൽ മെയിൻലി വരുന്നത് വെയിറ്റ് ലോസിനുണ്ട്, അതേപോലെ ടാർഗറ്റഡ് ന്യൂട്രീഷൻ ഉണ്ട്, അതേപോലെ നമ്മളെ സ്കിന്നിനുണ്ട്, കുട്ടികൾക്കുണ്ട്, പിന്നെ അതേപോലെ നമ്മളെ എല്ലുകൾക്കുണ്ട്, പല്ലുകൾക്കുണ്ട്. ഈ തരത്തിലൊക്കെ ന്യൂട്രീഷൻ പ്രൊഡക്ട്സുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ആണ്. 1000-ഓളം വരുന്ന ഡോക്ടേഴ്സും 300-ൽ പരം വരുന്ന സയന്റിസ്റ്റുകളുടെ ഒക്കെ വെരിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകൾ വരുന്നത്. 100% വെജിറ്റേറിയൻ ആണ്. ഇതിൽ ഓരോ പ്രൊഡക്റ്റും നമ്മുടെ ബോഡിനെ ഫോക്കസ് ചെയ്തിട്ട് അത്രത്തോളം ഇതിന്റെ പിന്നിൽ റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റുകളും വന്നിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റ് കൂട്ടങ്ങളാണ് ഇവരെ. ഇദ്ദേഹം ലൂയിജി ഇഗ്നാരോ എന്ന് പറയുന്ന വ്യക്തി 40 വർഷത്തെ റിസർച്ച് ചെയ്തിട്ട് നമ്മളെ ഇതിലുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തി നോബൽ പ്രൈസ് നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇതേപോലെ സെലിബ്രിറ്റികളായ പല ഡോക്ടേഴ്സും ഇതിൽ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള അംബാസഡർമാരാണ് വിരാട് കോഹ്ലി, റൊണാൾഡോ, മേരി കോം, ലക്ഷ്യ സെൻ. ഇവരൊക്കെ ഇതിലുള്ള ഈ പ്രൊഡക്റ്റുകൾ നോക്കി. ഇതാണ് വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ മെയിൻലി കൊടുക്കുന്ന ന്യൂട്രീഷൻ പ്രൊഡക്ട്സ്. ഇത് ഫോർമുല 1 ഷെയ്ക്ക് എന്ന് പറയും. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷെയ്ക്ക് പോലെ ഇതേപോലെ വെള്ളത്തിൽ ഒരു 300 ml വെള്ളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതൊരു 3 സ്കൂപ്പ് നേരെ ഇതിൽ 8ഓളം ഫ്ലവർ വരുന്നുണ്ട്. അത് നേരെ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഷെയ്ക്ക് ചെയ്യുക, നേരെ ഷെയ്ക്കായിട്ട് കുടിക്കുക. ഇതാണ് പാലിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന പാല് ഷെയ്ക്ക് മേറ്റ് എന്ന് പറയും. സോയ് പ്രോട്ടീൻ ആണിത്. നമ്മളെ നമ്മളെ സോയ അല്ലേ, സോയനെ കേട്ടിട്ടുണ്ടല്ലോ, സോയാബീന്. സോയാബീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പാലാണിത്. ഈ പാലിന്റെ പൗഡറാണ്. അപ്പൊ നമ്മൾ പാല് വേറെ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സംഗതി നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഇത് പ്രോട്ടീനാണ്. ഒരു ഹ്യൂമൻ ബോഡിക്ക് ഒരു ദിവസം 1 കിലോക്ക് 1 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് 1.5 ഗ്രാം ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ 84 കിലോനുള്ളത് കൊണ്ട് 83 കിലോനുള്ളത് കൊണ്ട് 83 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ആണോ? ഇത് എനർജി ഡ്രിങ്ക് ആണ്. ഫ്രഷ് എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് ചായക്ക് പകരമൊക്കെ നമുക്ക് ഇടക്കിടക്ക് കഴിക്കാം. നമുക്ക് എനർജി ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഉറക്കം വരാതിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കാം. അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു അടിപൊളി എനർജി ഡ്രിങ്ക് ആണ്. ഈ 4 ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതാണ് മെയിൻലി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് സാധനങ്ങൾ. അപ്പൊ ഇതന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കണ്ടോ? ഇതാണ് ഈ പ്രൊഡക്റ്റിനെ വാങ്ങിക്കണം. എന്താണ് കേട്ടില്ല? ഏതൊക്കെയാണ് വാങ്ങിക്കേണ്ടത്? ഏതൊക്കെയാണ് ഈ 3 സാധനങ്ങളാ? ഫോർമുല 1 നിങ്ങളിപ്പോ പറഞ്ഞ 3 സാധനങ്ങള്. അതെ, ഞാൻ പറഞ്ഞ ഈ സാധനങ്ങൾ ഫോർമുല 1 ഷെയ്ക്ക്, അതേപോലെ ഇതാണ് മെയിൻലി ഇതൊന്ന് ഫോർമുല 1 ഷെയ്ക്ക് എന്ന് പറയും. മീൽ റീപ്ലേ. നമുക്ക് ഒരു നേരത്തെ നാസ്ത കഴിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഇത് കഴിച്ചാൽ മതി. രാവിലത്തെ നാസ്തക്ക് പകരം നമുക്ക് ഇത് കഴിക്കാം. പിന്നെ ഈ ഫോർമുല 1 അല്ലേ? ഫോർമുല ഇത് 3 എണ്ണം മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ഫോർമുല 1 ഷെയ്ക്ക് മേറ്റ് പ്രോട്ടീൻ, പിന്നെ എനർജി ഡ്രിങ്ക് ആയിട്ടുള്ള ഈ ഫ്രഷ് എനർജി ഡ്രിങ്ക് എന്ന് പറയും ഈ സാധനം. ഞാനൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം 4-5 എണ്ണൊക്കെ കഴിക്കും. ഇതുപോലെ ചൂടുവെള്ളം കൊണ്ട് കൊടുന്ന് വെക്കും. ഈ ചൂടുവെള്ളത്തിൽ നേരെ ഇത് മിക്സ് ചെയ്തിട്ട് നേരെ കുടിക്കും. സിമ്പിളാണ്. അപ്പൊ നമുക്ക് വേറെ ഭക്ഷണങ്ങൾ തെരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ തെരഞ്ഞ് നിൽക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പല ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടാതിരിക്കും. ആ ഭക്ഷണങ്ങൾ നമ്മുടെ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ആണ് സത്യത്തിൽ ഈ പ്രൊഡക്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോ ആ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞില്ലേ, കാരണം നമ്മളെ സമയത്തോളം നമ്മൾ തിരക്കിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന ഭക്ഷണം, ഇന്ന സാധനം, ഇത്ര കലോറി, ഇത്ര ഫാറ്റ്, ഇത്ര പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ വല്ലാതെ പറ്റൂല. ആ സ്ഥലത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ സഹായിക്കും. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ
117 കിലോയിൽ നിന്ന് ഏകദേശം ഒരു 51 കിലോന് 7.5 മാസം കൊണ്ട് കുറച്ചത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ. ശേഷമാണ് അത് ശരി. വർക്ക് 51 കിലോ അല്ലേ? 51 കിലോ വർക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് കിട്ടാൻ സഹായിക്കും. പിന്നെ അതേപോലെ നമുക്ക് ഭക്ഷണങ്ങൾ ഇങ്ങനെ തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, എത്ര പ്രോട്ടീനാണ് എത്ര ഫാറ്റ് ആണ് എന്നുള്ളത്. ഒരു നേരം ഇപ്പോൾ തൽക്കാലത്തിന് ന്യൂട്രീഷൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. ശേഷം 2 നേരം നോർമൽ ഭക്ഷണങ്ങളിലൂടെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് അയച്ചു തന്നിരുന്നു, ഒരു പോസ്റ്റർ. ആ ആ ആ ആ 21 ദിവസത്തിന്റെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചാണ് നടക്കുന്നത്. ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ഫുഡ് നമ്മൾ പർച്ചേസ് ചെയ്യാം. ഈ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മെമ്പർഷിപ്പ് നമുക്ക് നേടാൻ പറ്റും. 21 ദിവസം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോണ 20,000 റുപ്യാണ്, സെക്കൻഡ് പ്രൈസ് 10,000 റുപ്യ, തേർഡ് പ്രൈസ് 5,000 റുപ്യാണ്. അല്ല, എത്ര വെയിറ്റ് ലോസ് എത്രയാണ് ഉദ്ദേശിക്കുന്നത്? എത്രയും പറ്റും. 1 കിലോനാണ് നിങ്ങൾ കുറഞ്ഞെങ്കിൽ 1 കിലോന്, 2 കിലോനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുറച്ച് ആരാണോ അവർക്കാണ് സമ്മാനം. അത് ശരി, അങ്ങനെ. ആ, നിങ്ങളൊരു ടാർഗറ്റ് വെക്കുമെന്ന് വെച്ച്. നമ്മൾ ടാർഗറ്റ് ഇല്ല. നമ്മൾ ടൈം നോക്കുന്നുണ്ട് 21 ദിവസം. 21 ദിവസത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത ആദ്യത്തെ 3 ആൾക്കാണ് സമ്മാനം. പിന്നെ പ്രോത്സാഹന സമ്മാനമൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇത് നിങ്ങൾക്ക് മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കമ്പനി തന്നെ പൈസ തരും, തിരിച്ചു പൈസ തരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ അത്രയും ഫോർമുല 1 അതല്ല ഇപ്പൊ നിങ്ങളിപ്പോ മെയിൻ ആയിട്ട് പറഞ്ഞത് അല്ലേ? അതെ, ഫോർമുല 1, ഷെയ്ക്ക് മേറ്റ്, പ്രോട്ടീന്, പിന്നെ ഫ്രഷ്, 4 പ്രൊഡക്റ്റ് അതാണ് ഉണ്ടാവും. അതിൽ 4 കൂടെ എന്താ റേറ്റ് വരുന്നത് എല്ലാം കൂടെ? 4 കൂടിയിട്ട് വരുന്നത് 4,990 റുപ്യ. ശരി. അല്ല, ഇത് ഒരു മാസത്തിനാണോ അല്ല ഒരു എത്ര മാസത്തിന് കഴിയുന്നവരെ? ഒരു മാസത്തിന്. ഒരു മാസം കഴിക്കേണ്ട അതിന്റെ ഇതൊക്കെ രീതിയൊക്കെ പറഞ്ഞുതരും, എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്? അത് കഴിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് സമയത്താണ്, എങ്ങനെയാണ്? അതിനൊക്കെ കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് ഉണ്ടാവും, കോച്ചിങ് ഉണ്ടാവും, നിങ്ങൾക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ റിസൾട്ട് എടുത്താൽ മതി, നിങ്ങൾ റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. ഉണ്ടോ? വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വേറെ ഇപ്പോ ഞാൻ പറഞ്ഞ നടത്തം ഓട്ടം എന്നുള്ള ലാസ്റ്റ് കാലറി ബേൺ ആവുക എന്നതാണ് പ്രധാനം. കലോറി അല്ല, നടത്തം കലോറി ബേൺ. ഏത് നടത്താണ് ഏറ്റവും? നിങ്ങൾ എത്ര സ്റ്റെപ്പാണ് നോക്കുക, എത്ര സ്റ്റെപ്പാണ് നമ്മൾ മൂവ്മെന്റ് ആയിട്ട് നടത്തിയത്, അതാണ് നമ്മളെ കലോറിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അപ്പോൾ നമ്മൾ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ പറ്റും എത്ര സ്റ്റെപ്പാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി എത്ര സ്റ്റെപ്പ് ടോട്ടല്. അപ്പൊ നമ്മൾ വെറും നടക്കാണ്ട് മാത്രല്ല ഡെയിലി നടക്കുന്നുണ്ട്. 10,000 മേലെ എന്തായാലും ഉണ്ടാവും അല്ലേ? ശരി ശരി. 10,000 അല്ലേ മിനിമം? 50,000? ഡിപ്പെൻസ്. അത് നമ്മൾ എത്രത്തോളം മൂവ്മെന്റ് നടത്തുന്നു അതിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യം മുന്നേ എത്രയാണ് സ്റ്റെപ്പ് ചെയ്തിരുന്നത് അതിനേക്കാൾ ഓരോ പ്രാവശ്യം 500 സ്റ്റെപ്പ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അത് ഗ്രാജുവലി കൂട്ടലാണ് ആവശ്യമുള്ളൂ. അല്ല, പിന്നെ വേറൊരു ഇത് കേട്ടാട്ടെ, എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ. കൂടുതൽ നടക്കുന്നതോറും മുട്ടിന് തേയ്മാനം അങ്ങനെ ഉണ്ടാ? തേയ്മാനം വരുമോ? പുതിയ വേറെ അസുഖങ്ങൾ വരും. അതല്ല, മുട്ടിന് തേയ്മാനം വരുമോന്ന് നടത്തം കൂടിയാൽ അങ്ങനെ, അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല, അത് ചിലര് പറഞ്ഞതാണ്.
അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏത് ബോഡിയുടെ മൂവ്മെന്റ് നമ്മൾ എത്രത്തോളം ചെയ്തോ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ബോഡി തരും. അതന്നെ. അതെ. അതന്നെ, അതങ്ങനെ തന്നെയാണ്. ആ ബോഡി എത്രത്തോളം മൂവ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുന്നു. അതാണ്. അത്രന്നെ. അപ്പൊ നമ്മള് സത്യ ഡെയിലി 2 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഡെയിലി 4-5 ഇതിന്റെ ആ ഇടയിലിട്ടാ. 5 മിനിമം. അതൊന്നും ഒരു ബുദ്ധിമുട്ടും ഓടല്ല, ഉണ്ടാക്കൂല. നടക്കാനാണ്. ഉം. 5 എനിക്ക് നടത്ത ഞാൻ എത്രയും നടക്കും. അതാണ്. പക്ഷെ ബോഡി ഇളകുന്ന രൂപത്തിൽ നടക്കണം അല്ലേ? അതെ അതെ, ബോഡി ഇളകുന്ന രൂപത്തിലുള്ള നമ്മളെ അബ്ഡമിൻ ഉണ്ടല്ലോ. അത് രണ്ട്. നമ്മളെ ആ നമ്മളെ അബ്ഡമിന് നല്ല രീതിയിൽ ഇളകണം. ആ മൂവ്മെന്റ് ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് തരിക. ആ മൂവ്മെന്റിന് ഒരു വേദന ഒക്കെ വരും പിന്നെ കുറച്ച് കഴിഞ്ഞാല് അല്ലെ? ഒരു അതെ. ഒരു പിടുത്തൊക്കെ ല്ലേ? ഉണ്ടാവും തുടക്കത്തിലുള്ള ഒരാഴ്ച ആ വേദന ഉണ്ടാവുള്ളൂ. ഉം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമൽ അവസ്ഥയിലേക്ക് മാറും. ആ ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഒരു കൺട്രോൾ കിട്ടിയോ? അങ്ങനെ അൽഹംദുലില്ലാ ഒരു 70% ഇപ്പൊ എനിക്ക് എന്നെ പിടിച്ചാൽ കിട്ടുന്നിടത്ത് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഫുഡിന്റെ കാര്യത്തില്. ഒറ്റവാക്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ വാക്കിൽ നിങ്ങൾ എങ്ങനെ പറയാം? ഒരു എന്താ പറയാ, ഇതുവരെ അനുഭവിക്കാത്ത വേറൊരു എന്താ പറയാ ഒരു അറ്റ്മോസ്ഫിയർ. എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ എനിക്ക് 33 വയസ്സ് കഴിഞ്ഞു. ഈ 33 വയസ്സിൽ നമ്മൾക്ക് ശരിക്ക് ഇതിന്റെ ഈ ഓവർ വെയിറ്റ് ഇപ്പൊ 5 കിലോ ആവട്ടെ എക്സസ് 10 ആവട്ടെ, ഈ ഓവർ വെയിറ്റ് കാരണം എനിക്കത് ഓവർ വെയിറ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. ഓരോരോ അതൊരു 15 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ അൽഹംദുലില്ലാ ഗ്യാസ് ട്രബിൾ ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഈ ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞ സാധനം ഇല്ല. എന്തോ ഒരു വയറ്റിൽ നിന്ന് എന്തോ സാധനം ഇറങ്ങിപ്പോയ പോലെ. ഏഹ് ആ എനിക്ക് ഫീൽ ചെയ്യും സത്യം പറയാൻ. മറ്റേത് ചോറ് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാല് ഒരു പൊറുതിയേടായിരുന്നു വയറ്റിനുള്ളിലൊക്കെ. ഇപ്പൊ വളരെ ചവച്ചരച്ച് സാവധാനം ടൈം എടുത്ത് ഭക്ഷണം കഴിക്കും. ഏഹ് മറ്റേത് വാരി വലിച്ചോണ്ട് തിന്നലാണ്, മുഴുങ്ങലാണ് ചടപട വെച്ചിട്ട്. അപ്പൊ ഈ കൊത്തിന് ഒരു ഷെഡ്യൂൾ വന്നപ്പോ അൽഹംദുലില്ലാ നമുക്ക് ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നു. അൽഹംദുലില്ലാ ഇനി അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ ചെയ്യും ഇൻഷാ അള്ളാ.